നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ നിൽക്കുന്ന എൽമി രംഗത്ത് പ്രവർത്തിക്കുന്ന ഉലമാക്കളെല്ലാവരും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഖുതുബിയോരോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. ഹിജറയുടെ 14-ാം ശതകത്തിന് മുൻപ് 13-ാം ശതകത്തിൻ്റെ അവസാനത്തിൽ ബഹുമാനപ്പെട്ടവർ ജനിച്ചിട്ടുണ്ടെങ്കിലും 14-ാം ശതകം 1300-കളുടെ ആ ശതകം ഏതാണ്ട് അവസാനം വരെ ബഹുമാനപ്പെട്ടവർ കേരളീയ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് രംഗത്ത്, കേരളീയ മുസ്ലിം രംഗത്ത്, ദീനീ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന അവലംബമായിരുന്നു മഹാനായ ബഹുമാനപ്പെട്ടവർ. കേരളീയ ഉലമാ രംഗത്ത് അവരെക്കാൾ പ്രായമുള്ളവർ, അവരെക്കാൾ പ്രസംഗകന്മാർ, അവരെക്കാൾ പ്രഗത്ഭർ, ദർസി രംഗത്ത് അവരെക്കാൾ പ്രശസ്തർ ഒക്കെ ധാരാളം ജീവിച്ചിരിക്കുന്ന കാലത്തു തന്നെ എല്ലാവർക്കിടയിലും വക്കറും വളരെ ആദരിക്കപ്പെടുന്നയാളുമായി ബഹുമാനപ്പെട്ടവരായിരുന്നു കേരളീയ മുസ്ലിങ്ങൾ കണ്ടിരുന്നത്. ഉലമാക്കളും അങ്ങനെ തന്നെ അവരെക്കാൾ പ്രായം കൊണ്ട് മുതിർന്നവരും ബഹുമാനപ്പെട്ടവരെ അങ്ങേയറ്റം ആദരിച്ചുകൊണ്ടാണ് നിന്നിരുന്നത്. ആ മുഖത്തു തന്നെ പ്രത്യേകമായ ഹൈബത്തായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ ഇരിക്കുന്നവരാരും അവരെ കണ്ടവരില്ല. എനിക്ക് 7 വയസ്സുള്ളപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ വഫാത്ത് 1966 ജനുവരി മാസത്തിലെ കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ചാഹ്വാനം ചെയ്ത ഒരു ആ ബന്ദ് ദിനത്തിലായിരുന്നു ആ സൂര്യൻ അസ്തമിച്ചത്. അന്ന് കേരളം പൂർണ്ണ ബന്ദിലായി. ബഹുമാനപ്പെട്ടവർക്ക് വേണ്ടി മുമ്പേ നിശ്ചയിക്കപ്പെട്ട ഒരു ബന്ദ് അങ്ങ് വരികയായിരുന്നു. അല്ലെങ്കിലും തൽക്കാലം ബന്ധമൊക്കെ ഉണ്ടാകും. പക്ഷേ ഇത് കേരളം മൊത്തം നിശ്ചലമായി. അത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ, കേരളത്തിന് അള്ളാഹു താല സമ്മാനിച്ചിട്ടുള്ള ഒരു മഹാ ആരിഫിൻ്റെ, വലിയൻ്റെ ഏതു സ്ഥാനമാണ് വിവരിക്കേണ്ടതെന്ന് നമുക്കറിയില്ല. ആ ഒരു മഹാ സ്ഥാനത്തെ സൂചിപ്പിക്കുന്ന ഒരു മഹത്തായ അള്ളാഹു താലാൻ്റെ നടപടിയായിരുന്നു. ബഹുമാനപ്പെട്ടവർ വഫാത്തായതിനു ശേഷവും ദശകങ്ങളോളം ഒരു ആണ്ടുപരിപാടി എന്ന നിലക്ക് അവിടെ നടക്കുന്നുണ്ടെങ്കിലും അവരുടെ നാമം പരിചയമുള്ള ശിഷ്യന്മാരിലൂടെയാണ് നിലനിന്നു പോകുന്നത്. വാസ്തവത്തിൽ അവരുടെ നാമം ഇവിടെ നടക്കുന്ന എല്ലാ സുന്നി സംഘടനകൾ നിലനിൽക്കുമ്പോഴും അതിൻ്റെയൊക്കെ കൂടെ നിലനിൽക്കേണ്ടതാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ 3 ഘടകങ്ങൾ നമ്മുടെ ഈ കേരളത്തിൻ്റെ മലബാർ ഭാഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. തെക്കൻ ഭാഗത്ത് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമായ, അത് പിന്നെ സമസ്തയുടെ ഭാഗമല്ല, അങ്ങനെ തന്നെ രൂപീകരിക്കപ്പെട്ടതാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1925 ഈ കോഴിക്കോട് നഗരത്തിലെ കോഴിക്കോട് ജുമുഅത്ത് പള്ളിയിൽ വച്ച് രൂപീകരിക്കപ്പെട്ട കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ രൂപീകരിക്കപ്പെട്ട സംഘടനയാണ്. ആ കേരള ജംഇയ്യത്തുൽ ഉലമ തൊട്ടടുത്ത വർഷത്തിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ പ്രത്യേകം പുനഃക്രമീകരിക്കപ്പെടുകയും സമസ്ത എന്ന പേര് കൂടി ചേർക്കുകയും ചെയ്യേണ്ടി വന്നത്. കാരണം കേരള ജംഇയ്യത്തുൽ ഉലമ എന്നത് അതിനു മുൻപ് പുത്തൻവാദികൾ, മുജാഹിദുകൾ രൂപീകരിച്ചിട്ടുള്ള, അന്നത്തെ ഐക്യസംഘം രൂപീകരിച്ചിട്ടുള്ള ഒരു പണ്ഡിത സംഘടനയുടെ നാമമായി രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നു. ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഭാഗമാണ് ഇന്ന് അഖിലേന്ത്യാ സുന്നി ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും പഴയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തുടർച്ചയായി നിലനിന്ന് വരുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും. ആ പേരിൻ്റെ സാങ്കേതികത പ്രത്യേകം പ്രശ്നമുണ്ടാക്കാതെ മാറ്റി കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ രൂപീകരിക്കപ്പെട്ട പണ്ഡിത സംഘടനയും. ഈ 3 സംഘങ്ങളും സമസ്തയുടെ ഭാഗമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന 3 പ്രത്യേക സംഘടനകളാണ് നമുക്കറിയാം. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയും വാസ്തവത്തിൽ രൂപീകരിക്കപ്പെട്ടത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഖുതുബിയോരുടെ അധ്യക്ഷതയിലാണ്. ആദ്യമായി ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെടുന്നത് ഖുതുബിയോരുടെ അധ്യക്ഷതയിലാണ്. അപ്പോൾ ഈ 4 സുന്നി സംഘടനകൾക്കും ഒഴിച്ചുകൂടാനാവാത്ത അവലംബവും ആലംബവും ഈ സംഘടനകൾ നിലനിൽക്കുന്നിടത്തോളം കാലം അനുസ്മരിക്കപ്പെടേണ്ട വ്യക്തിത്വവുമാണ് അവർ. കേവലം ഒരാളെന്ന നിലക്കല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
എന്താണ് അവർക്ക് നൽകപ്പെടേണ്ട പദവി എന്നറിയാൻ നമുക്ക് അവർ വിരാജിക്കുന്ന പദവിയെക്കുറിച്ച് പരിചയമൊന്നുമില്ലല്ലോ. ഒന്നറിയാം, മഹാനായ ശൈഖുന വണ്ടൂരിൽ താജുൽ ഉലമ അവർ ബഹുമാനപ്പെട്ട തൻ്റെ ആത്മഗുരുവിനെ, തൻ്റെ മാർഗദർശിയെ എപ്പോഴും അവരെന്നോ മൊയ്ലിയരെന്നോ മൂപ്പരെന്നൊക്കെയാണ് സാധാരണഗതിയിൽ ഞങ്ങൾ അറിയുന്നവരോടൊക്കെ പറയാം. അത് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയും. മൂപ്പരിങ്ങനെ പറഞ്ഞു എന്നോ അല്ലെങ്കിൽ മൊയ്ലിയരിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഓർ ബഹുമാനപ്പെട്ടവരെ കുറിച്ചാണ് പറയുന്നത്. പൊതു സ്റ്റേജിലോ മറ്റേതെങ്കിലും ഘട്ടത്തിൽ സംസാരിക്കുമ്പോഴോ പറയേണ്ടി വന്നാൽ ബഹുമാനപ്പെട്ടവരുടെ പേര് പറഞ്ഞ ശേഷം ബഹുമാനപ്പെട്ടവർ ഖുദ്ദിസ സിർറുഹു എന്നാണ് ഉപയോഗിക്കുക. ഖുതുബിയോരുടെ പേര് പറഞ്ഞാൽ ഉടനെ ഖുദ്ദിസ സിർറുഹു എന്നാണ് അവർ ഉപയോഗിക്കുന്നത്. ഇതുകൊണ്ട് നമുക്കറിയാം അവർക്ക് പദപ്രയോഗങ്ങളൊക്കെ നല്ലപോലെ അറിയുന്ന മഹാനായ ഒരു വിജ്ഞാന സമുദ്രമായാണല്ലോ നമ്മൾ താജുൽ ഉലമയെ കാണുന്നത്. ഖുദ്ദിസ സിർറുഹു എന്നേ ബഹുമാനപ്പെട്ട ഖുതുബിയോരുടെ പേര് പറഞ്ഞാൽ അവർ പറയുള്ളൂ. നമുക്കറിയാം സിർറ് എന്ന് പറയുന്നത് നമ്മുടെ കൽബിന് ഒരു മഹത്തായ പദവിയിലെത്തുമ്പോൾ കിട്ടുന്ന വലിയ പേരാണ്, ആദരണീയ നാമമാണ്. അത് അല്ലാഹുവിലേക്കുള്ള കൽബിൻ്റെ സഞ്ചാരം ആരംഭിച്ച് കൽബിൻ്റെ സഞ്ചാരം, ആദരണീയമായ കൽബിൻ്റെ സഞ്ചാരം അല്ലാഹുവിലേക്കുള്ളത് ആരംഭിച്ച് അതതിൻ്റെ പവിത്രമായ സ്റ്റേജിൽ കൽബിൻ്റെ എല്ലാ ദുർഗുണങ്ങളും ഇല്ലാതാവുകയും തീർത്തും കൽബ് അള്ളാഹുവിൻ്റെ മഅരിഫത്ത് കൊണ്ട് വരികയും ചെയ്യുന്ന, സായുജ്യമടയുകയും ചെയ്യുന്ന പ്രശാന്തമായ നഫ്സ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ മഹത്തായ പദവിയിലെത്തുമ്പോഴാണ് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ്യ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. നഫ്സ് അള്ളാഹുവിലേക്ക് തിരിഞ്ഞുള്ള പ്രയാണം ആരംഭിച്ച് ആ സൈറിൻ്റെ വിവിധ ഘട്ടങ്ങൾ കഴിഞ്ഞ് 4ാം ഘട്ടത്തിലെത്തുന്ന ഏറ്റവും സുപ്രധാനമായ ശാന്തമാകുന്ന ഘട്ടമാണ് മുത്മഇന്നത്തായ നഫ്സ് എന്ന് കൽബിന് വിശേഷിപ്പിക്കപ്പെടുന്ന സമയം. ആ മുത്മഇന്നത്തായ നഫ്സ്, ആ നഫ്സിൻ്റെ മഹല്ലായി വിവരിക്കപ്പെടുന്ന കൽബിൻ്റെ പവിത്രമായ നാമം. കൽബ് എന്നുള്ളത് പല വ്യത്യസ്ത നാമങ്ങളിലാണ് അറിയപ്പെടുന്നത്. ആ നാമങ്ങളുടെ കൂട്ടത്തിൽ മുത്മഇന്നത്തായ നഫ്സ് എന്ന് പറയുന്ന ആ പവിത്രമായ പദവിയിൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് റാദിയതൻ മർദിയ്യ ഫദ്ഖുലി ഫീ ഇബാദി, 3 പദവികൾ കൂടി വീണ്ടുമുണ്ട്. ആ 3 പദവികളും മുത്മഇന്നത്തായ നഫ്സിന് സ്വയം തന്നെ സഞ്ചരിച്ച് ഒരു മുസല്ലിക്കോ മുർഷിദോ ഷെയ്ഖോ ഇല്ലാതെ തന്നെ സ്വന്തമായി തന്നെ അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ട് നേടാവുന്ന ഏറ്റവും ഉയർന്നമായ കാമിലത്തായ ആ പദവിയിലെത്തുന്നത് വരേക്കും സ്വയം തന്നെ ഉയരാൻ പ്രാപ്തമാകുന്ന രീതിയിൽ എല്ലാവിധ സദ്ഗുണങ്ങളും നിറഞ്ഞു നിൽക്കുന്ന വിധം ദുർഗുണങ്ങളിൽ നിന്ന് പൂർണ്ണമായും മുക്തമാകുന്ന ആ അവസ്ഥയിൽ അങ്ങനെ കമാലിൻ്റെ ദറജയിൽ പ്രവേശിച്ചാലാണ് സിർറ് എന്ന കൽബിന് പേര് പറയുക. അതാണ് നമ്മൾ വലിയ മഹാന്മാരെ പറയുമ്പോൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ആത്മീയ രംഗത്തെ മഹാന്മാരെ പറയുമ്പോൾ ഷെയ്ഖ് ഖുതുബുൽ അഖ്താബ് അവറുകളെയോ സുൽത്താനുൽ ആരിഫീൻ അവറുകളെയോ ഒക്കെ നമ്മൾ പറയുമ്പോൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഖുദ്ദിസ സിർറുഹു എന്നൊക്കെ പറയാം. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഉയർന്നവരൊക്കെ പറയുന്നത് സിർറ് എന്നാണ്. വാസ്തവത്തിൽ സിർറ് കഴിഞ്ഞാൽ പിന്നെ സിർറ് പിന്നെ ഖഫിയ അഖ്ഫ എന്നൊക്കെ പറഞ്ഞ് പേരൊക്കെ മാറും. പക്ഷേ ആ പേരുകളൊന്നും സാധാരണ ഉപയോഗിക്കാറില്ല. അവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞാലൊക്കെ സിർറ്. അപ്പോൾ സിർറ് എന്ന് പറയുന്നത് കൽബിനെ വിശേഷിപ്പിക്കാവുന്നതിൽ പാരമ്യത്തിലെത്തിയ ഏറ്റവും വലിയ വിശേഷണമായി, ഒരു വെളിച്ചത്തിൻ്റെ വിശേഷണമായി നമ്മളൊക്കെ മനസ്സിലാക്കുന്ന ഒരു മഹത്തായ വിശേഷണമാണ്. ആ സിറിൻ്റെ ഉടമയായാണ് തൻ്റെ ആത്മീയ ഗുരുവിനെ ബഹുമാനപ്പെട്ട ശൈഖുന താജുൽ ഉലമ കാണുന്നത്. ഖുദ്ദസ സിർറുഹു എന്നല്ലാതെ ബഹുമാനപ്പെട്ടവർ അവരെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. പേര് പറയേണ്ടി വന്നാൽ, സദസ്സിലോ മറ്റോ പേര് പറയേണ്ടി വന്നാൽ ഖുതുബിയോറെ ഖുദ്ദസ സിർറുഹു എന്ന് കേട്ടുകൊണ്ടാണ് പറയുക. ആ പദവിയിലിരിക്കുന്ന മഹാനവറുകൾ കേരളീയ ലെവലിൽ അവരാ ഒരു സ്ഥാനത്തായിരുന്നു. അവരുടെ ജീവിതവും സന്ദേശവും വിശദീകരിക്കാൻ ഇവിടെ സമയമുണ്ട്. ആ സമയത്ത് അതിൻ്റെ ആളുകൾ ഇത് വിശദീകരിക്കും ഇൻഷാ അല്ലാഹ്. ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കല്ല.
ആത്മീയ രംഗത്തായിരുന്നു മഹാനവറുകൾ ഏറ്റവും അധികം അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ആത്മീയ രംഗത്ത് സാധാരണക്കാരൊരു ഔലിയ എന്ന് പറയുന്ന രൂപത്തിലല്ല, സാധാരണക്കാർ മൊയ്ലിയർ എന്ന് പറയുന്ന ആ രൂപത്തിൽ തന്നെ, ഓറ് എന്ന് പറയാവുന്ന രൂപത്തിൽ തന്നെ കാമില എന്ന നിലയിൽ ശരിക്കും ശരീഅത്തിൻ്റെയും ഇൽമിൻ്റെയും എല്ലാറ്റിൻ്റെയും വിജ്ഞാനങ്ങളുടെ എല്ലാ ഫന്നുകളും ദർസ് നടത്തിക്കൊണ്ടും വേണ്ടവർക്ക് വേണ്ടതുപോലെ പറഞ്ഞുകൊണ്ടും കേരളീയ സമൂഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും അവരുടെ ആലംബമായുമാണ് അവർ നിന്നത്. ഫത്വക്കായാലും മറ്റായാലുമൊക്കെ അവരുടെ ആ ദശകങ്ങളിൽ 90 വയസ്സോളം ബഹുമാനപ്പെട്ടവർ ജീവിച്ചിട്ടുണ്ട്. അത്രയും കാലം വളരെ ആത്മീയമായും അതുപോലെ ശരീഅത്തുപരമായും എല്ലാവർക്കും അത്താണിയായി നിന്നവരായിരുന്നവർ. അവരുടെ ജീവിതം കാലം വരെ അവർ തന്നെയായിരുന്നു ഉലമാക്കളുടെ ആലംബം. ഇവിടെ സമ്മേളിച്ചിട്ടുള്ള, ഇവിടെ നമ്മൾ അവാർഡ് നൽകപ്പെടുന്ന 2-3 ആളുകൾ, ഇവിടെ കോടമ്പുഴ ബാബു മുസ്ലിയാർ അവറുകൾ, അവരുടെ ഉസ്താദിൻ്റെ ഷെയ്ഖാണ് ബഹുമാനപ്പെട്ടവർ. ബഹുമാനപ്പെട്ട കുഞ്ഞാലി ഉസ്താദ് അവരുടെ ഷെയ്ഖ് ശംസുൽ ഉലമ അവരുടെ ഉസ്താദാണ്. ബഹുമാനപ്പെട്ട റയീസുൽ മുഹഖഖീൻ കണ്ണിയത്തോറുടെ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട ബാബു മുസ്ലിയാർ. അവരുടെ ഗുരുവിൻ്റെ നേരെ ഗുരുവാണ്. അതുപോലെ കുഞ്ഞാലി ഉസ്താദിൻ്റെ ഗുരുവിൻ്റെ നേരെ ഗുരുവാണ്. മുഹമ്മദ് വാഖവിൻ്റെ ഗുരുവിൻ്റെ നേരെ ഗുരുവാണോ എന്ന് എനിക്ക് നേരെ അറിഞ്ഞൂടെ. ഏതായാലും അവിടെ പരിചയപ്പെടുത്തലിവിടെ ഉണ്ട്, അപ്പോൾ നമുക്ക് കേൾക്കാം. എങ്ങനെ വന്നാലും ഗുരുവിൻ്റെ ഗുരുവായിട്ട് നമ്മുടെ അജിതാദുകളുടെ കൂട്ടത്തിലല്ലാതെ എല്ലാവരുടെയും അജിതാദുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഗണനീയമായൊരു സ്ഥാനത്താണ് ഖുതുബിയോർ അറിയപ്പെടുക എന്ന് എല്ലാവർക്കും അറിയാം. ആ നാമം ഇവിടെ നിലനിർത്തുക. സാധാരണഗതിയിലൊരാളെ പോലെയല്ല അവർ. അവരുടെ പഠനകാലം മുതൽക്ക് അവസാന കാലം വരേക്കുള്ള അവരുടെ പദവി എത്തുന്നത് വരെയുള്ള സ്റ്റെപ്പുകൾ നമ്മൾ നോക്കിയാൽ ആത്മീയ മാർഗദർശകന്മാരായ മഹാരഥന്മാരുടേതായ വരദാനം അവർക്ക് ലഭിച്ചിട്ടുള്ളത് കാണാം. കുട്ടിക്കാലത്ത് അവർ ഓതുന്നത് തലക്കളത്തൂർ ദർസിലാണ്. തലക്കളത്തൂർ ദർസിൽ ബഹുമാനപ്പെട്ട ശൈഖുന താജുൽ ഉലമ അവറുകളുടെ പിതാവ് അല്ലാമ കരിമ്പനക്കൽ പോക്കർ മുസ്ലിയാർ റഹ്മഹുല്ല, മഹാനായ പോക്കർ മുസ്ലിയാർ അവറുകളുടെ അടുത്ത് ഓതുന്നു. അതിൻ്റെ ശേഷം കമ്മുണി മുസ്ലിയാർ മൂലയർ പാപ്പയാണ് വലിയ സൂഫിവര്യനായത് അവിടെ വന്നത്. അവരുടെ അടുക്കലും ബഹുമാനപ്പെട്ടവർ ഓതുന്നു. കമ്മുണി മുസ്ലിയാർ മൂലയർ പാപ്പ എന്ന് പറയുന്നവരൊരു സൂഫിവര്യൻ. ആ ദർസിൽ പഠിച്ചിട്ടുള്ളവർ തന്നെ 100 കണക്കിന് ഔലിയാക്കന്മാരുണ്ട് എന്നാണ് നമ്മുടെ വലിയുല്ലാഹി വടകര മുഹമ്മദാജി എന്ന മഹാനവറുകളുടെ ഗുരുവാണ് ഈ കമ്മുണി മുസ്ലിയാർ, കുറ്റൂർ കമ്മുണി മുസ്ലിയാർ പാപ്പ. അപ്പോൾ കുറ്റൂർ കമ്മുണി മുസ്ലിയാർ പാപ്പയുടെ ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് കമ്മുണി മുസ്ലിയാരുടെയും എല്ലാം ആ പോക്കർ മുസ്ലിയാരുടെയും ശിഷ്യൻ എന്ന നിലക്ക് കിട്ടുന്ന ആ പൊരുത്തത്തോടൊപ്പം അവിടെ പഠിക്കുന്ന കാലത്ത് മോന്താൽ അബ്ദുറഹ്മാൻ ഷെയ്ഖ് എന്ന പേരിൽ അറിയപ്പെടുന്ന ബഗ്ദാദിൽ പോയി ഖുതുബുൽ ഖത്താബ് തങ്ങളവരുടെ ദർഗയിൽ നിന്ന് അതിൻ്റെ പരിപാലകരായ ആളുകൾക്ക് കുഞ്ഞാവ എന്ന പേരുള്ള ആളാണ് ബഗ്ദാദിൽ എത്തുന്നത്. ആ കുഞ്ഞാവ എന്ന പേരുള്ള ആൾ അവിടെ എത്തുമ്പോൾ അദ്ദേഹത്തോട് അന്ത ഷെയ്ഖ് അബ്ദുറഹ്മാൻ എന്ന് അദ്ദേഹത്തോട് അവിടുത്തെ പാറാവുകാരൻ ചോദിക്കുകയാണ്. കൂടെയുള്ള ആൾ മുഹമ്മദ് ഹാജിയോട് നിങ്ങൾ മുഹമ്മദ് ഹാജിയാണോ എന്ന് ചോദിക്കുകയാണ്. അറബിയിൽ, അവർക്ക് മലയാളികളൊന്നും അറിയില്ല. അങ്ങനെ ചോദിക്കുന്ന അവിടുത്തെ പാറാവുകാരനാണ്. ഗേറ്റ് പൂട്ടിയിട്ട് ആർക്കും പ്രവേശനമില്ലാതെ നിൽക്കുന്ന സമയത്തായി ഇവർ 2 പേരും വളരെ സാഹസപ്പെട്ട് മാസങ്ങളോളം വർഷങ്ങളോളം സഞ്ചരിച്ചുകൊണ്ടാണ് അന്നത്തെ കാലത്ത് അവരവിടെ എത്തുന്നത്. വിമാനം കയറി പോകുന്ന യാത്രയല്ല, കപ്പൽ കയറി പോകുന്ന യാത്രയല്ല, വളരെ സാഹസപ്പെട്ടു പോകുന്ന യാത്രയിൽ അവിടെ എത്തി പലയിടത്തും പ്രയാസപ്പെട്ട് എത്തുമ്പോൾ ഇങ്ങനെ ചോദിക്കുന്നത് പൂട്ടിയിട്ട് അതിനെ തുറന്നു കൊടുക്കാൻ പാറാവുകാരൻ അകത്ത് നിന്ന് വന്നിട്ട് ഇവരോട് പേര് ചോദിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു വലിയ മുസ്തഫ ഷെയ്ഖ് എന്ന് പറയുന്നൊരു വലിയ ഷെയ്ഖിനെ കേട്ട് അവിടെ കാണാൻ ചെല്ലുമ്പോൾ അവരെന്താ പേര് എന്ന് വെച്ചപ്പോൾ ഇദ്ദേഹം പേര് വാപ്പാറിട്ട പേര് കുഞ്ഞാവ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ കുഞ്ഞാവിയൊന്നുമല്ല, അന്ത അബ്ദുറഹ്മാൻ എന്ന് അവരും പറയുകയാണ്. ഇത് യാദൃശികമായി കാണാൻ പാടില്ലല്ലോ. നമ്മൾ ശരിക്കും ഷെയ്ഖ് മുഹിയുദ്ദീൻ തങ്ങൾ അവർക്ക് ഇട്ട പേരു തന്നെയാണ് അബ്ദുറഹ്മാൻ എന്ന് മോന്താൽ അബ്ദുറഹ്മാൻ ഷെയ്ഖ് അവറുകൾക്ക്. ആ മോന്താൽ അബ്ദുറഹ്മാൻ ഷെയ്ഖ് അവറുകൾ അവിടെ വരികയും കമ്മുണി മുസ്ലിയാർ പാപ്പാൻ്റെ ദർസിൽ വരുമ്പോൾ ബഹുമാനപ്പെട്ട ഖുതുബി ഓറെ, കുട്ടിയായ ബാലനായ ഖുതുബി ഓറെ ആശീർവദിക്കുകയും പൊരുത്തം നൽകുകയും ചെയ്തു എന്നാണ് അവരുടെ ചരിത്രം. അവരുടെ ജീവിതകാലത്ത് അത്രയും മോന്താൽ അബ്ദുറഹ്മാൻ ഷെയ്ഖിൻ്റെ മക്കാമിൽ അവർ ചെല്ലാറുണ്ട്. ഒരു ദിവസം രാത്രി ചെല്ലുമ്പോൾ മക്കാവ് പൂട്ടിക്കിടന്നിട്ട് താക്കൂലുകാരെല്ലാം ഇട്ട് ബുദ്ധിമുട്ടുമ്പോൾ
ആരോ വിവരമറിഞ്ഞുകൊണ്ട് സമയങ്ങൾ ദീർഘിച്ച ശേഷം അറവുകാരൻ വരുമ്പോൾ പൂട്ടിയിട്ടിരിക്കുന്ന കവാടം തുറന്നിട്ട് ബഹുമാനപ്പെട്ട കുത്തുബി അവറുകൾ മഖാമിൻ്റെ അകത്ത് ദുആ ചെയ്യുന്നതാണ് ഈ താക്കോലിട്ട് വന്ന ആൾ കാണുന്നത് എന്നാണ്. അത്ര ബന്ധം മോന്താൽ ഷെയ്ഖുമായി അബ്ദുറഹ്മാൻ ഷെയ്ഖുമായി ബഹുമാനപ്പെട്ടവർക്കുണ്ട്. അവരുടെ ആത്മീയ ഗുരുവാണ് വളപട്ടണത്തെ ബഹുമാനപ്പെട്ട സെയ്ദ് മശഹൂർ എംപിച്ചുകോയ തങ്ങളവറുകൾ. ആ മശഹൂർ എംപിച്ചുകോയ തങ്ങളവറുകൾ മക്കയിൽ പോയി ദീർഘകാലം താമസിച്ച് അവിടുത്തെ മഹാന്മാരായ മശായിഖുമാരെ കണ്ടതെല്ലാം സുദീർഘ ചരിത്രം. ഞാനങ്ങോട്ടൊന്നും പറയാറില്ല, പലപ്പോഴും നമ്മളത് പറയാറുണ്ട്. ആ മഹാന്മാരിൽ നിന്നെല്ലാം കിട്ടിയിട്ടുള്ള മഹത്തായ ഇജാസത്തുകളും പൊരുത്തങ്ങളും അവരുടെ ത്വരീഖത്തിൻ്റെ പിൻവഴിയുമെല്ലാം ബഹുമാനപ്പെട്ട കുത്തുബിയോർക്ക് സമ്മാനിച്ചുകൊണ്ടാണ് ഇവർ വഫാത്താകുന്നത്. ഒരു 10-11 മണി മുതൽ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ വന്നിട്ടുണ്ടോ എന്ന് അവരുടെ രോഗാവസ്ഥയിൽ കൂട്ടം കൂടി നിൽക്കുന്ന ആളുകളോട് മഹാനോട് ചോദിക്കുന്നുണ്ട് എന്നാണ്. കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ വരുന്നു. അറിയാനും മാർഗമില്ല. പക്ഷേ ളുഹുർ നമസ്കാരവുമായി ബന്ധപ്പെട്ട സമയത്ത് ഇവർ ചോദിച്ച് കുറച്ച് സമയം കഴിഞ്ഞ് ഏതാണ്ട് 1.5 മണിക്കൂറുകൾ കഴിയുമ്പോഴേക്ക് കുത്തുബിയോർ ഇതൊന്നും അറിയാതെ അവിടെ കയറി ചൊല്ലുകയാണ്. അപ്പോൾ കുത്തുബിയോർ വന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ കുത്തുബിയോട് വന്ന ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ എന്നാൽ എനിക്ക് നിസ്കരിക്കണം, ളുഹുർ നിസ്കരിക്കണം എന്ന് പറഞ്ഞു ളുഹുർ നമസ്കരിച്ചുകൊണ്ട് അങ്ങനെ അങ്ങ് വഫാത്താവുകയും കുത്തുബിയോർക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുത്ത് അവരുമായി സംസാരിച്ച ശേഷം അവരങ്ങ് വഫാത്താവുകയാണ് ചെയ്തത്. ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ കുത്തുബിയോരുടെ ജീവിതത്തിൻ്റെ ഗതിവിഗതികളുടെ സംഭവങ്ങളുടെ ചരിത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്.